ഹലോ, നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ അതേ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. കറിയായിട്ടല്ല, കുറച്ച് വരട്ടിയെടുക്കാനുള്ള പരുവത്തിനാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബീട്രൂട്ട് തോരന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് അരപ്പും കൂടെ ഇട്ട് ചിക്കി തോർത്ത് തട്ടിപ്പൂത്തി എടുത്തപ്പോഴത്തേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ച ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഒന്ന് ചതച്ചതും 2 സവോള, ഒരു ചെറിയ തക്കാളി, 2-3 പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർക്കണം. കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് തേങ്ങാക്കുത്തും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തോരനും തലേന്നത്തെ മോര് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.